ഗുഡ് ആഫ്റ്റർനൂൺ. ക്ലാസ് സ്റ്റാർട്ട് ആയോ മാരിയുടെ? അതേ ചോദ്യം പിന്നോ. ഞാൻ നിങ്ങളുടെ പ്രെയർ എല്ലാം കഴിഞ്ഞോ? ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, പ്രെയർ എല്ലാം കഴിഞ്ഞിരുന്നോ? ഇല്ലെന്ന് തോന്നുന്നു മാം. എനിക്ക് സൗണ്ട് ഒന്നും വന്നില്ലായിരുന്നേ. കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു മാം. ഞാനിപ്പോ കേറിയതേ ഉള്ളേ. കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞാനും തിരക്ക് പിടിച്ച് ഓടുവാണോ? യെസ് പ്ലീസ്. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കൂടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എങ്ങുമെന്നും ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുപായവും പൂമണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല ചെയ്തിയായി എൻ്റെ പിഞ്ചു കൈയിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നന്മയായി നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കൂടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമെന്നും ദയ ചൊരിയണമേ. ഓക്കെ, അവിടെ ആരെ ക്ലാസ് കാണാനായിട്ട് ആദ്യം വന്നിരിക്കുന്ന അമ്മയെക്കാളും മുമ്പ് ഷമീമ. മോനായിരുന്നു ഫോൺ എടുത്തിരുന്നത്. ശരി, ഞാൻ നോക്കുമ്പോ ആദ്യം തുടങ്ങിയ ആൾ അവിടെ ഉണ്ട്. ഞാൻ ആ പ്രയർ സമയത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂ സ്റ്റുഡന്റ്. അതെ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് വന്നു നോക്കിയപ്പോ മൂപ്പരെ കയ്യിലായിരുന്നു മൊബൈല്. നമ്മ സമയത്ത് കയറിയില്ലെങ്കിലും ഞാൻ പങ്ക്ച്വൽ ആയിരിക്കണം എന്ന് മോനറിയാം. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ് എന്താ ഷെയർ ചെയ്യാനുള്ളത്? ലൈക്ക് പ്രയർ മാത്രമേ ഉള്ളൂ. സോ പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയോ? എന്താ, ജസ്റ്റ് സേ യുവർ റിവ്യൂസ്. നിങ്ങളുടെ റിവ്യൂ പറഞ്ഞു, ഫീഡ്ബാക്ക്. ഹലോ മാം. പ്രാക്ടിക്കൽ ക്ലാസ് നല്ല ഇതായിരുന്നു, ഉപകാരപ്പെട്ടു. വന്നില്ലായിരുന്നെങ്കിൽ അത് നഷ്ടമായിരുന്നു. മാം പറഞ്ഞോട്ട് ഒക്കെ തൊട്ടും തലോടിയും കയറ്റി ചെയ്യാൻ പറ്റി. നല്ലൊരു മൊമെന്റ് ആയിരുന്നു. ഈവൻ ദോ മെറ്റീരിയൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പുറമേ കാണുന്ന ഒരാൾക്ക് അതിന് ജീവനില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്കത് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനൊരു ലൈഫ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ആ ഡോക്ടർ കോട്ടസ് ഡിസൈൻ ചെയ്തതിന്റെ ഒരു വ്യത്യാസം. എല്ലാത്തിനും എന്തോ ഒരു കഥ പറയാനുള്ള പോലെയാണ് മെറ്റീരിയൽസ്. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് ശരിക്കും സെൻസോറിയൽ മെറ്റീരിയൽസ് അല്ലേ. നമ്മുടെ സെൻസസിനെയൊക്കെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മൾക്ക് അങ്ങനെയാകുമ്പോ എന്തോ നമുക്ക് പിന്നെയും ചെയ്യാൻ തോന്നുന്നു. അങ്ങനത്തെ ഒരു ഫീലിംഗ്. കുട്ടികൾക്കും അങ്ങനെയാണ്. റിപ്പീറ്റേഷൻ, ലവ് ഓഫ് റിപ്പീറ്റേഷൻ. നമ്മൾ വിചാരിക്കും കുട്ടികൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മടുക്കില്ലേ ഇവനൊന്നങ്ങനെ ചിന്തിക്കൂല. അവരാ എത്ര മണിക്കൂർ വേണമെങ്കിലും ഒരു ഇതുമായിട്ട് അവർ ഇരിക്കുന്നത് കാണാം. അതൊക്കെ അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഓക്കെ ഫൈൻ. സോ നിങ്ങളെല്ലാം ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. എനിവേ ഒരു 8-10 മാസമായിട്ട് പതിവായിട്ടാണല്ലോ മിസ് എങ്ങനെ ഇരിക്കണത്. അപ്പൊ അതിന്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോ ഭയങ്കര ഒരു സന്തോഷം. കുറെ ആയില്ലേ കണ്ടും കേട്ടും ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ നേരിട്ട് കണ്ടതിന്റെയും നീ പറഞ്ഞ പോലെ മിസ് എല്ലാവരെയും കണ്ടതിന്റെയും ഫ്രണ്ട്സിനെ കണ്ടതിന്റെയും ടീച്ചേഴ്സിനെ കണ്ടതിന്റെയും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഇനി അടുത്തതൊരു കോൺവെക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഇനിയിപ്പോ എനിക്ക് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ കോൺവെക്കേഷൻ ഡേറ്റ് പറഞ്ഞിരുന്നോ സാറ്? ഡേറ്റ് അല്ല, ഒരു ഉദ്ദേശം സമയം. ഏകദേശം മെയ് സെക്കൻഡ് വീക്ക് കഴിഞ്ഞിട്ട് എന്നാണ് സാർ അന്ന് പറഞ്ഞത്, ഏകദേശം ടൈം. കാരണം ഇപ്പൊ 10ന്റെ 11ന്റെ ആണ് ലാസ്റ്റ് സാറ്റർഡേ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞത്. ഇനിയിപ്പോ 12 ഉണ്ട്, 13 ഉണ്ട്. അത് പെരുന്നാളിന് ശേഷമായിരിക്കും. അപ്പൊ ചിലപ്പോ ആ 2 ബാച്ചിന്റെ കമ്പൈൻഡ് ആയിട്ട് വരും ഏപ്രിൽ ഫസ്റ്റ് വീക്ക്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ മെയിലായിരിക്കും. ജോഫി ഒക്കെ ആയിരിക്കും. ഇതിലിപ്പോ നമ്മളെ PG ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ കോൺവെക്കേഷൻ പറയുമ്പോ നമ്മള് രണ്ടും കൂടി ഒരുമിച്ചല്ലേ ഉണ്ടാവുക? ഒരുമിച്ചാണ്. നിങ്ങളുടെ PG ക്ലാസ് തീരും 1.5 മാസം 2 മാസം PGക്ക്. അപ്പൊ നമ്മളിപ്പോ ഇതില് ഡിപ്ലോമ അത് എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കുമല്ലോ അല്ലെ? അതെ അതെ, ഓക്കെ ഓക്കെ, ഒരുമിച്ചായിരിക്കും. PGക്കാർക്ക് ആ ഒറ്റൊരു സർട്ടിഫിക്കറ്റ്, PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞ ഡിപ്ലോമയ്ക്ക് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മാർക്ക് ലിസ്റ്റിനകത്ത് നിങ്ങളുടെ അതിനനുസരിച്ച് മാർക്സും എൻട്രി ചെയ്യും. PG എന്ന് പറയുമ്പോൾ 2 സബ്ജക്ട് എക്സ്ട്രാ, പ്രാക്ടിക്കൽ സെഷനിൽ ഒരു സെമിനാറും കൂടെ വരും PGക്ക്. അതായത് ടോട്ടൽ 9 സബ്ജക്ട്സ് PGക്ക് വരും, തിയറി 6 സെഷൻ പ്രാക്ടിക്കലിന് വരും. പിന്നെ അതുപോലെ തന്നെ വൈവ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ PG ക്ലാസ് തുടങ്ങിയ ഒരു 10 ദിവസത്തിനുള്ളിൽ വൈവ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. നിങ്ങളുടെ സ്ലോട്ട് ഉടനെ ഇടും. അതിന്റെ ഇൻഫർമേഷൻ എന്തെങ്കിലും വന്നോ, മെസ്സേജ് വൈവ തുടങ്ങുന്നതിന്റെ? ഇല്ല. 13 ബാച്ചിനും തുടങ്ങാനുണ്ട്. 12ന്റെ ജസ്റ്റ് ഈ ആഴ്ച കഴിയുള്ളൂ. 13 തുടങ്ങും. പിന്നെ 13-14 പാരലായിട്ട് ചിലപ്പോൾ തുടങ്ങും. ചിലപ്പോൾ കോൺവെക്കേഷൻ രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് ആകാനുള്ള ചാൻസ് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും. നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലാണെങ്കിൽ സെപ്പറേറ്റ് ആയിരിക്കും. അത് ഡിസൈഡ് ചെയ്തിട്ടില്ല കേട്ടോ, തീരുമാനമായില്ല. പെരുന്നാളിന്റെ 1 മന്ത് ഉള്ളത് കാരണം നിങ്ങളുടെയും 13ന്റെ ഒരുമിച്ച് ചിലപ്പോൾ പോർഷൻ തീരും. അപ്പൊ എക്സാംസും ഒക്കെ ചിലപ്പോൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. അപ്പൊ ഡിലേ ആവില്ല. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഈ രണ്ടാമത് അസൈൻമെന്റ് ഇല്ലേ, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻ, അതാണെങ്കിൽ ക്ലാസ് റൂമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണോ? വേണ്ട, കുറേ ഇല്ലേ, സബ്മിറ്റ് ചെയ്യണ്ട. വൈവ ടൈമിൽ നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ റാൻഡം ആയിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ അത് പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ മാം. നമുക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തത് ചെയ്തു എന്നുള്ളത്. പിന്നെ സർവേ നിങ്ങൾക്ക് തന്നിരുന്നു? തന്നിരുന്നു. മിനി സർവേ അല്ലേ, മിനി റിസർച്ച്? അതെ അതെ, സർവേ അസൈൻമെന്റ് സർവേ നമുക്കൊരു സെഷൻ മാർക്ക് വരുന്നുണ്ട്. വൈവയുടെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. എങ്ങനെയായിരിക്കും വൈവ എന്നുള്ളത്? ഇല്ല മാം, ഇല്ല. ചെറുതായിട്ടൊന്നും പറഞ്ഞ്, അല്ലാണ്ട് കൂടുതൽ അങ്ങനെ പറഞ്ഞില്ല. ഓക്കെ, നമുക്ക് 10 മിനിറ്റ് ആയിരിക്കും ഒരാൾക്ക് വൈവ. അത് 1 to 1 ആയിരിക്കും, നോ റെക്കോർഡിംഗ്. വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും, വളരെയധികം പ്രൈവസി ഉള്ള ഓൺലൈൻ ഗൂഗിൾ മീറ്റിൽ തന്നെയായിരിക്കും. അപ്പൊ ഓരോ ടീച്ചേഴ്സിന്റെയും ഓരോ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഏത് ടീച്ചറിന്റെ സ്ലോട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതിനനുസരിച്ച്. പിന്നെ വൈവയുടെ സ്ലോട്ട് ഇടുമ്പോൾ പൊതുവേ കാണുന്ന ഒരു ടെൻഡൻസി, എനിക്ക് ലാസ്റ്റ് മതി, അങ്ങനെ എല്ലാവരും ലാസ്റ്റ് പറയുമ്പോൾ നമ്മളത് ബുദ്ധിമുട്ടി പോകും. പിന്നെ നമ്മൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇടും. സ്ലോട്ട് എന്തായാലും ഇടട്ടെ. സ്ലോട്ട് ഇടുമ്പോൾ ആ ടൈം നിങ്ങൾക്ക് കൺവീനിയന്റ് അല്ല. ജോലിക്ക് പോകുന്നവരുടെ കാരണം ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ജെനുവിൻ ആയിരിക്കും. ആ ഒരു സമയത്ത് ജോലിക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ ആ ടൈം മാറ്റി തരും. സ്ലോട്ട് അങ്ങ് ഇടും. അപ്പം കൺവീനിയന്റ് അല്ലാത്തൊരു ടൈം ആണെങ്കിൽ പറഞ്ഞു തന്നാൽ ഈവനിങ് സെഷൻ ഏത് ടൈമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റി തരും. പിന്നെ വൈവ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡ്രസ് കോഡ്. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ അങ്ങനെ വരരുത്. നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി വൈവ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഒരു കോളേജിൽ പോയി വൈവ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ലേ, അപ്പൊ അതുപോലെ നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജ് അതായിരിക്കണം. കൊളോക്കിയൽ ലാംഗ്വേജ് യൂസ് ചെയ്യാതിരിക്കുക. നല്ല മലയാളത്തിലാണ് പറയുന്നതെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇംഗ്ലീഷിലാണെങ്കിൽ അങ്ങനെ അപ്പ് ചെയ്യും, നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജ്. പിന്നെ നമ്മൾ കുറെ ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. വൈവ നമ്മള് നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ തന്നെ സ്ലോട്ടിന്റെ ടൈം കിട്ടും. അപ്പോൾ നമ്മൾ എവിടെ ഇരുന്നാണോ വൈവ അറ്റൻഡ് ചെയ്യുന്നത് അവിടെ ബെഡോ ടേബിളോ അല്ലെങ്കിൽ ഫ്ലോറിലോ ഈ മെറ്റീരിയൽസ് എല്ലാം നിരത്തി വെക്കുക, ഡിസ്പ്ലേ ചെയ്ത് വെക്കുക. എന്നിട്ട് ടീച്ചർ മെറ്റീരിയൽസിനെ പറ്റി ചോദിക്കുമ്പോൾ ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ആ മെറ്റീരിയൽസ് ഒന്ന് കാണിച്ചു കൊടുക്കും. ആ സമയത്ത് വീട് മുഴുവൻ ഓടി നടക്കരുത് ഓരോന്ന് എടുക്കാനായിട്ട് പോകാനായിട്ട്. എല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുക ഒരു റൂമിനകത്ത്. ഓക്കെ, റൂമിനകത്തോ ടേബിളിലോ ബെഡിലോ നിലത്തോ എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല. ഹാങ് ചെയ്തിടാൻ പറ്റുന്നത് ഹാങ് ചെയ്തിട്ടാലും പ്രോബ്ലം ഇല്ല. അപ്പൊ അതൊക്കെ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ.
അതാകുമ്പോ പെട്ടെന്ന് ആ ഒരു മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. പിന്നെ നമ്മള് വൈവയുടെ ഓരോരോ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി അപ്പാരറ്റസ് എന്നൊരു സെഷനുണ്ട്. പല കുട്ടികളുടെ തെറ്റിദ്ധാരണ ഈ അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് ആണെന്നാണ്. അല്ല, മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് ചെയ്തില്ലേ, അതിനെ റിലേറ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരിക. അതിൽ വരുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് അത് നിങ്ങൾ റെക്കോർഡിൽ എല്ലാ മെറ്റീരിയൽസിന്റെ ഫീച്ചേഴ്സും പ്രിൻസിപ്പിൾസും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? റെക്കോർഡിന്റെ സ്കാൻഡ് കോപ്പി ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ അതിലെ കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടിക്കലിന് ചെയ്തത്, വരാൻ പറ്റാത്തവര് ഡെമോ ക്ലാസ് കണ്ടിട്ടുണ്ടാവും, ഇവർ അയച്ചു തന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നല്ലതുപോലെ ഒന്ന് നോക്കി ഓരോ മെറ്റീരിയൽസിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി വെക്കും. ഞാൻ കോമൺ ആയിട്ട് ചോദിക്കാറ്, വളരെ അട്രാക്റ്റീവായി തോന്നിയ ഒരു മെറ്റീരിയൽ ഏതാന്ന് ചോദിക്കും. പലരും ഏതെങ്കിലും ഒരു മെറ്റീരിയൽ പറയും, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അത്രയും. പിന്നെ ഏതെങ്കിലും 1-2 മെറ്റീരിയൽസ് അഡീഷണലി ചോദിക്കും. കളർ ടാബ്ലറ്റ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്നോ. ഞാൻ അതിന്റെ കളർ പറയാൻ ഒരിക്കലും പറയില്ല കേട്ടോ, കാരണം എനിക്കും കൺഫ്യൂഷനാ കളർ. എനിക്കറിയാത്ത കാര്യം ഞാൻ ചോദിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര ടൈപ്പ് ഉണ്ടോ, ഓരോന്നിനും എത്ര കളേഴ്സ് ഉണ്ടെന്നോ ഒന്ന് അറിഞ്ഞു വെക്കണം കളർ ടാബ്ലറ്റ്സിൽ. പിന്നെ നോബ്ഡ് സിലിണ്ടറിന്റെയും നോബ്ലെസ് സിലിണ്ടറിന്റെയും ആ ഒരു ഫീച്ചേഴ്സും നോബ്ഡും നോബ്ലെസും തമ്മിലുള്ള ഡിഫറൻസും, ബൈനോമിയൽ ക്യൂബ്സ്, അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ്, അങ്ങനെ അത് എത്ര ടൈപ്പ് ഉണ്ട്, എത്ര ബോക്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതാണ്. പിന്നെ ടീച്ചിങ് പ്രാക്ടീസ്. 100 മാർക്സ് ആണ് അവിടെ അപ്പാരറ്റസിന് പോകുന്നത്. മോണ്ടിസോറി അപ്പാരറ്റസ് നമ്മുടെ മോഡ്യൂൾ 3 ആണത്. പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ എന്നാണ്. ടീച്ചിങ് പ്രാക്ടീസിന് 50 മാർക്സ് ആണ്. പ്ലസ് വൈവ എന്ന് പറഞ്ഞ 50 മാർക്സ് ഓവറോൾ പെർഫോമൻസ് ആണ്. ആ വൈവയില് നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്തു, നിങ്ങളുടെ ആ ബോഡി ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് വൈവ എന്നുള്ള ആ 50 മാർക്സ് വരും. അപ്പൊ ചില കുട്ടികൾ മാത്രമാണ് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ളൂ, ചിലർ പോയിട്ടില്ല, ചിലർ ഓൾറെഡി ടീച്ചറാണ്, ട്യൂഷൻസ് എടുക്കുന്നവരുണ്ടാകും. അപ്പൊ പോവാത്തവർക്ക് മാർക്ക് കുറയുമോ എന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. പോകാത്തവരെ പ്രത്യേകിച്ച് നമ്മൾ അവിടെ ഒരു ഡെമോ ചെയ്യിക്കും, ഒരു ടീച്ചർ കുട്ടികളുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ. അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്താൽ നിങ്ങളുടെ മാർക്ക് പോവില്ല. പലരോടും കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കൂ, ഒരു ആക്ഷൻ സോങ് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയുമ്പോഴേക്കും അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് പ്രാക്ടീസിന് മാർക്ക് വളരെ ലോ ആയിരിക്കും. കാരണം കൊച്ചു കുട്ടികളുമായി നമ്മൾ എത്രത്തോളം ഇന്ററാക്ട് ചെയ്യുന്നു, എത്രത്തോളം അവരുമായിട്ട് കൂടുന്നു, അതാണ് ഒരു ടീച്ചറുടെ ഒരു കഴിവെന്ന് പറയുന്നത്. അത് നമുക്ക് അവിടെ കാണാൻ പറ്റണം. കുട്ടികൾ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്ത് നിങ്ങൾ ക്ലാസ് എടുക്കുവാണ്. പിന്നെ പിന്നെയുള്ളത് നമുക്ക് അപ്പൊ അവിടെ 50 മാർക്സ് ടീച്ചിങ് പ്രാക്ടീസിനും, പിന്നെ ബാക്കി ഓവറോൾ പെർഫോമൻസിന്റെയാണ് 50 മാർക്സ് വരുന്നത്. പിന്നെ റെക്കോർഡ്സ്, നമുക്ക് 5 റെക്കോർഡാണുള്ളത്. ഓരോ റെക്കോർഡിനും 20 മാർക്സ് ആണ്. അപ്പോൾ അതിൽ സ്റ്റോറി റൈം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. എല്ലാ പിക്ചേഴ്സും എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്, ഫുൾ കംപ്ലീറ്റ് ആണെങ്കിൽ അതിന് മാർക്ക് വരും. പിന്നെ അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ്. അതിന് അസൈൻമെന്റ്സിന് 50 മാർക്സും റിപ്പോർട്ട്, സർവേ റിപ്പോർട്ടാണ് ഉദ്ദേശിക്കുന്നത്, 50 മാർക്സ് ആണ്. അസൈൻമെന്റ് പലരും സബ്മിറ്റ് ചെയ്തു, നിങ്ങളുടെ വാല്യൂ ചെയ്തിട്ടില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. നോ പ്രോബ്ലം, അതിനെപ്പറ്റി ഓർത്ത് ബോധർ ചെയ്യണ്ട. നമ്മളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെന്റ് എഴുതുന്നത്. നിങ്ങൾ അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അത് തന്നെയാണ് അതിന്റെ മാർക്ക്. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു അസൈൻമെന്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാവും നിങ്ങളെല്ലാം സിൻസിയർ. പിന്നെ ആ ഒരു ട്രസ്റ്റ് ആണല്ലോ നമ്മൾ തമ്മിൽ. നിങ്ങൾ ഓരോന്നും പേപ്പർ എടുത്ത് വായിച്ചു നോക്കുക, അതൊന്നും നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ ആ ഒരു ട്രസ്റ്റ് നിങ്ങൾ പറയുന്നു ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഞങ്ങൾ അത് അഡ്മിറ്റ് ചെയ്യുന്നു. അതാണ് സർവേ. മിനിമം ഒരു 5 ഫാമിലി എന്നുള്ളത് നമ്മൾ കളക്ട് ചെയ്യണം. ഇനി 5 കുറവാണെങ്കിൽ അതിനനുസരിച്ച് സ്കോറും കുറയും. പിന്നെ റിപ്പോർട്ട് ആക്കി കഴിഞ്ഞാലാണ് ഏകദേശം ഒരു 47-48 ആ ഒരു മാർക്ക് 50 വരുള്ളൂ. റിപ്പോർട്ട് ആക്കിയില്ലെങ്കിൽ 30, ജസ്റ്റ് കളക്ട് ചെയ്തു, അതിനെ അനലൈസ് ചെയ്തു, അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ 30s മാർക്ക് നിൽക്കും, 40 പോവില്ല. അപ്പൊ അതാണ് മാർക്ക്. പിന്നെ ഉള്ളത് ടീച്ചിങ് മെറ്റീരിയൽസ്. ടീച്ചിങ് മെറ്റീരിയൽസ് നിങ്ങൾ ഉണ്ടാക്കിയ മെറ്റീരിയൽസ്, അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് അനുസരിച്ച് ഓൾമോസ്റ്റ് നിങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് വരും. പിന്നെ വരുന്നത് ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ സെമിനാർ ആണ് PG കാർക്ക്. ഡിപ്ലോമക്കാർക്കില്ല, PG-കാർക്ക് ഒരു സെമിനാർ ഉണ്ട്. അത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PG-യുടെ ടോപ്പിക്സിന് നിങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നവര് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. അപ്പൊ ടീച്ചർ മാർക്ക് ഇടും. ഇനി അത് പറ്റാത്തവര് വൈവ ടൈമിൽ 2 മിനിറ്റ്സ് ബ്രീഫ് ചെയ്ത് പ്രസന്റ് ചെയ്യണം. റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കൊന്നും ക്ലാസ്സിൽ സെമിനാർ എടുക്കാൻ പറ്റില്ല. പിന്നെ ടൈം കുറവായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ക്ലാസ്സിൽ സെമിനാർ എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവര്
വൈവ ടൈമിൽ 2 minutes അതിനെ പ്രസന്റ് ചെയ്താൽ മതി. പക്ഷെ നിർബന്ധമായും അതിന്റെ റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ടാകണം. അതിന് നിങ്ങൾ അല്പം സമയം എടുത്താലും കുഴപ്പമില്ല. വൈവയുടെ ടൈമിൽ റിപ്പോർട്ട് ആയില്ലെങ്കിലും നോ പ്രോബ്ലം. കാരണം മാർക്ക് ലിസ്റ്റില് സെമിനാർ എന്നും പറഞ്ഞ് 100 മാർക്ക് കിടക്കും. ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്ത് സെമിനാർ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ റിപ്പോർട്ട് എടുത്ത് കാണിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കോഴ്സിന്റെ ജെനുവിനിറ്റി അവർ സംശയിക്കും. നിങ്ങൾ കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയതാണോ എന്നൊക്കെ ഡൗട്ട് തോന്നും. അതേസമയം നമ്മളുടെ എല്ലാ ഏരിയയിലും നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ ഇന്റർവ്യൂവിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, ഇൻഡയറക്ട്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബാധിക്കും. അപ്പൊ നമ്മള് വെറുതെ എന്തോ കാശ് കൊടുത്ത് എവിടെന്നോ, കാരണം അങ്ങനെയൊക്കെ നടക്കണ്ടല്ലോ, ഫേക്ക് ആയിട്ടൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുമല്ലോ. നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ലാസ്റ്റ് മൊമെന്റ് ഒരു സെമിനാറിന്റെ പേരിൽ നമ്മളൊരു അശ്രദ്ധ കാണിച്ചാൽ വരുന്ന പ്രശ്നമാണ് വരുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്, വേറൊന്നുമില്ലല്ലോ. പിന്നെ ചില കാര്യങ്ങള് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചില കാര്യങ്ങൾ. മാം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മാം ഇപ്പൊ പറഞ്ഞ PG-യില് നമ്മൾ എന്താണോ നമ്മള് സെമിനാർ പ്രസന്റ് ചെയ്യുന്നത്, അതില് നമ്മളൊരു സെമിനാറിന്റെ ഒരു പ്രോജക്ട് പോലെ നമ്മൾ എഴുതി എന്താണോ പ്രസന്റ് ചെയ്ത് അതിന്റെ ഒരു മിനി വേർഷൻ ഉണ്ടാക്കി വെക്കണം. അത് PG-യിലല്ലേ മാം പറഞ്ഞത്? ഡിപ്ലോമയിൽ നമുക്ക് ഡിപ്ലോമയ്ക്കല്ല, PG-കാർക്കാണ് കേട്ടോ. അതെ മാം, ഞാൻ PG-യിലുണ്ട്. അപ്പൊ അതാണ് ഞാൻ മാമിനോട് എടുത്ത് ചോദിച്ചത്. പ്രസന്റ് ചെയ്യുന്നതിന്റെ മിനി വേർഷൻ റിപ്പോർട്ട്. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു. ഹാൻഡ് റിട്ടൺ മതി, കാരണം ഹാൻഡ് റിട്ടണിലാണ് നമ്മുടെ എഫേർട്ട് ഇരിക്കുള്ളൂ. ഹാൻഡ് റിട്ടൺ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ അത് ഫയൽ ചെയ്തോ എന്തെങ്കിലും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് വെച്ചാൽ മതി. ഈ നോട്ട്ബുക്കിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. നല്ല നീറ്റ് ആയിട്ട് കീപ്പ് ചെയ്താൽ മതി. കാരണം ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത്, കാരണം ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് ഈ കോഴ്സ് അറിയുന്ന ആ ഇന്റർവ്യൂക്കാരെ നമ്മൾ കൈയും വീശി ബയോഡേറ്റയുടെ ഒരു കോപ്പിയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിന്റെ മാർക്സിന്റെ കോപ്പി മാത്രമായിട്ട് ചെല്ലുന്നതിനേക്കാളും നമ്മൾ ചെയ്ത എല്ലാ സാധനങ്ങളും ബിഗ് ഷോപ്പറിൽ ക്യാരി ചെയ്ത് വെക്കും, പ്രോബ്ലം എല്ലാമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാലോ നമ്മൾ ചെയ്ത സ്നേക്ക് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ. അവരപ്പം നമ്മളുടെ ക്രിയേറ്റിവിറ്റി അവർക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തതെല്ലാം. ചിലരൊക്കെ ഇന്റർവ്യൂവിന് പോകുന്ന 2 ബിഗ് ഷോപ്പറിൽ ഈ സാധനങ്ങളെല്ലാം ഫിൽ ചെയ്താ പോകുന്നത്. വളരെ ഇംപ്രസ്ഡ് ആകാറുണ്ട് അങ്ങനെ. അവര് എല്ലാം അവർ ചോദിക്കും. അത് പിന്നെ ചിലപ്പോ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് വൈവയില് നിങ്ങളോട് ചോദിക്കാം. ചിലപ്പോൾ ക്ലാസ്സിലും അങ്ങനെയുള്ള ആക്ടിവിറ്റി ചെയ്യിക്കാം. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയും, അതിനെ കണക്ട് ചെയ്ത് ഇന്റർവ്യൂവിനൊക്കെ ചിലപ്പോൾ ചോദിക്കാട്ടോ, കണക്ട് ചെയ്തിട്ട് സ്റ്റോറി പറയാൻ. ആ ഒരു മൊമെന്റിൽ നമ്മളുടെ ആ ഒരു പ്രോംപ്റ്റ് റെസ്പോൺസ് അതിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവർ ചെയ്യിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു പൂച്ച, ഒരു എലി, ഒരു പീസ് കേക്ക്. ഷിജിനാസ് എങ്ങനെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യും? ഒരു സ്റ്റോറി പറഞ്ഞു ഷിജിനാസ്. ഈ 3 കാര്യം വെച്ചിട്ട് ഒരു പൂച്ച, ഒരു എലി, ഒരു പീസ് കേക്ക്. പറഞ്ഞു. നമുക്ക് അങ്ങനെയുള്ള ആക്ടിവിറ്റി ഒക്കെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യാം, ഗ്രൂപ്പായിട്ട് ചെയ്യാം. സ്റ്റോറിയുടെ തുടക്കം ഒരാൾ പറയുന്നു, ബാക്കി ഭാഗം അടുത്ത ആൾ കൂട്ടിച്ചേർക്കുന്നു, അങ്ങനെ ഇങ്ങനെ. നമുക്ക് സ്കൂളിൽ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ കുട്ടികളെ കൊണ്ടും ചെയ്യിക്കാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവരുടെ കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ കൂടും. പൂച്ച ഒരു കേക്കിനെ പാത്തിരിക്കുന്നു. അപ്പോ പൂച്ച അത് കണ്ടിട്ട് കൊതിയായിട്ട് പീസ് കേക്ക് വന്ന് എടുക്കാൻ പോണ്. അപ്പൊ എലിനേറ്റ് കമ്പയർ ചെയ്ത് തല്ലുപിടിക്കുന്നു. അപ്പോ രണ്ടുപേരും വാശി മത്സരമായിട്ട് പൂച്ച അത് എടുത്തുകൊണ്ട് പോകുന്നു. മഞ്ചേരി മനസ്സിലാവുന്നല്ലേ? വെരി ഗുഡ്. മതി, നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു പ്രോംപ്റ്റ്ലി നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര സ്റ്റാൻഡേർഡ് കഥ അങ്ങനെയൊന്നും വേണ്ട. മലയാളം പറ്റുന്നില്ല, യെസ് മലയാളം. നിങ്ങളുടെ വൈവയ്ക്കാണോ ഉദ്ദേശിച്ച കാര്യം? ഇപ്പൊ വൈവയ്ക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ പെട്ടെന്ന് നമ്മൾ മലയാളത്തിൽ പറ്റുമോന്ന് അറിയാനാ ചോദിച്ചത്. മലയാളം നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജിലാണ് വൈവ അറ്റൻഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഇംഗ്ലീഷിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നമ്മളും ഇംഗ്ലീഷിൽ. നിങ്ങൾ മലയാളം പറയുമ്പോ കൊളോക്കിയൽ ആവരുതെന്നേ ഉള്ളൂ. നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒന്ന് പ്രോപ്പർ ആവുക. ലാംഗ്വേജ് നമ്മൾ പല പല ഏരിയയിൽ നിന്നുള്ള ആൾക്കാരാണ്, നമ്മൾക്ക് നമ്മളുടേതായ സ്ലാങ് ഉണ്ട്. പക്ഷെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇവയെ നിങ്ങളൊരു മോക്ക് ഇന്റർവ്യൂ ആയിട്ട് തന്നെ കണക്കാവും. അപ്പൊ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ ഒരു പ്രാക്ടീസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വൈവ റിലേറ്റഡ്. നമ്മൾ എവിടം വരെയായി? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ വൈവ റിലേറ്റഡ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം, അതെ,
വൈവേക്ക് ഇപ്പൊ നമ്മൾ ഇൻ കേസ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തില്ലാന്നേക്ക് നമ്മളിപ്പോ ലാസ്റ്റ് വരെ ഇതിന്റെ കോൺവെക്കേഷന്റെ സമയത്താണ് നമ്മൾ ഫുള്ളും ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വൈവേക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മാർക്ക് കുറയോ? തീർച്ചയായിട്ടും കുറയും. ഒരാളെല്ലാം ഫുൾ കംപ്ലീറ്റ് ചെയ്തു, വേറൊരാളെ കംപ്ലീറ്റ് ചെയ്തില്ല, രണ്ടുപേർക്കും നമുക്ക് ഒരുപോലെ മാർക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു ടീച്ചർ, നമ്മളൊരു ക്ലാസ്സിലൊരു ടീച്ചറാണ്, രണ്ട് കുട്ടികളുടെയും പെർഫോമൻസിനനുസരിച്ചല്ലേ നമ്മൾ അവരെ സ്കോർ ഇടൂ. സോ അതാണ് കാരണം വൈവ സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതാണ്. കുറേ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാരും വരും. വളരെ ജെന്യുവിൻ ആയിരിക്കും കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസ്, പറയുന്ന പോലെ മറന്നുപോയി, അല്ലെങ്കിൽ സമയം കിട്ടിയില്ല, ചെയ്യാന്ന് വിചാരിച്ചപ്പോഴേക്കും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അങ്ങനെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ. ജെന്യുവിൻ തന്നെയാണ്, വെറുതെ പറയണമൊന്നുമല്ല. പക്ഷെ നമുക്കൊന്ന് കരുതിയിട്ട് നമുക്ക് അവർക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ലൈക്ക് അവർക്ക് പറ്റിയ ഒരു കൺവീനിയന്റ് ടൈം. അതിന് ഈ ലാസ്റ്റ് എന്ന് എല്ലാരും പറയുമ്പോഴുള്ള പ്രശ്നം അതാണ്. അതില് ജെന്യുവിൻ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ലാസ്റ്റ് തന്നെ അത്രയും ടൈം കൂടെ എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സർവേ ഒന്നും ചെയ്യാതെ വരും, നമുക്കവിടെ ശരിക്കും പറഞ്ഞാൽ 0 മാർക്കാണ് കേട്ടോ ശരിക്കും സർവേ ചെയ്തില്ലെങ്കിൽ അവിടെ വരുന്നത്. പക്ഷെ നമ്മൾ 0 മാർക്ക് എന്നിട്ടും ഇടില്ല. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരോട് അവരുടെ വ്യൂസ് ചോദിക്കും. സർവേ നമ്മളുടെ ടോപ്പിക് ഇതായിരുന്നില്ലേ, ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ എന്നുള്ളത്. അപ്പൊ അതിന് അവർ പ്രസന്റ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു 20 തുടങ്ങി 30 വരെ മാർക്ക് അവർക്ക് കൊടുക്കും. അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഔട്ട് ഓഫ് ദ വേ നമ്മൾ ചെയ്യുന്നത് എഫേർട്ട് എടുക്കുന്നവരോട് നമ്മൾ ചെയ്യുന്ന ഒരു അനീതിയായി പോകില്ലേ. എല്ലാവർക്കും അവരുടെ ചിലപ്പോ അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വളരെ എഫേർട്ട് എടുത്ത് ഫുൾ കംപ്ലീറ്റ് ചെയ്തവരുണ്ട്. അപ്രീഷ്യബിൾ ആണ്. അത് അവരെ നമ്മൾ അപ്രൈസ് ചെയ്ത് കൊടുത്തേ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാരെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. എഫേർട്ട് എടുക്കുന്നവരുടെ നമ്മൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അത് ആസ് എ ടീച്ചർ നിങ്ങൾക്കത് മനസ്സിലാവും. മാം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ നമ്മൾ ഈ വൈവ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഗൂഗിൾ മീറ്റ് വഴി കൂടെയാണോ ചെയ്യുന്നത്, അതോ നമ്മൾ എങ്ങനെയാ? ഗൂഗിൾ മീറ്റ് വഴിയാണ് ചെയ്യുന്നത്. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും, ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി എടുക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും വൈവയ്ക്ക് വരുന്നത്. അപ്പൊ ആ ടീച്ചറുടെ ഫ്രീ ടൈം എപ്പോഴാണോ അതിനനുസരിച്ചായിരിക്കും സ്ലോട്ട് ഇടുക. കാരണം ടീച്ചേഴ്സ് ഒക്കെ പകല് ക്ലാസ് എടുക്കുന്നവരാണല്ലോ. ഓക്കെ മാം, അതല്ലേ ഈ നമ്മൾ ഈ ഗൂഗിൾ മീറ്റിനകത്ത് ഞാൻ കുറെ പേരോട് ഗ്രൂപ്പിൽ ചോദിച്ചു. എനിക്ക് ഫ്രണ്ട് ക്യാമറ ഓൺ ആവുന്നുള്ളൂ, ബാക്ക് ക്യാമറ ഓൺ ആവുന്നില്ല. അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? അങ്ങനെ ഇപ്പൊ വൈവയ്ക്കാകുമ്പോൾ നമ്മൾ ഞാനിപ്പം അസൈൻമെന്റ് ഇതൊക്കെ സെമിനാറൊക്കെ എടുത്തപ്പം ചാർട്ട് കാണിക്കാൻ നമ്മൾ ബാക്ക് ക്യാമറ ഓൺ ആകുന്നില്ലായിരുന്നു. അപ്പം അതൊരു പ്രശ്നമല്ലേ? അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ. അത് ഇനി എന്റെ മൊബൈലിലാണോ കയറുന്നത്? അതെ മാം. അതില് ക്യാമറയുടെ പ്രശ്നമായിരിക്കും. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോഴും കുറെ പേര് എന്നോട് അങ്ങനെ പറഞ്ഞു, ബാക്ക് ക്യാമറ ഓൺ ആകുന്നില്ലെന്ന് പറഞ്ഞു. ഇനി എനിക്ക് അറിയത്തില്ല. എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ആ ഫ്രണ്ട് ക്യാം വൈവ അറ്റൻഡ് ചെയ്യാൻ ഫ്രണ്ട് ക്യാം മതി. പിന്നെ മെറ്റീരിയൽസ് കാണിക്കാൻ നേരത്തെ സെൽഫി പോലെ കാണിച്ചു. ഓക്കെ മാം. ഓക്കെ ഹലോ മാം. അതെ, പരീക്ഷക്ക് നമുക്ക് മോഡൽ കോസ്റ്റ്യൂം പേപ്പർ ഉണ്ടാവും. മോഡൽ പറഞ്ഞുതരോ? പരീക്ഷ വരൂലേ? പ്രീവിയസ് ഏതെങ്കിലും ഒരു ബാച്ചിന്റെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ വൈവയുടെ കാര്യം അത് വളരെ പ്രൈവസി ഉള്ളതായിരിക്കും, കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഓരോ ടീച്ചേഴ്സിനും ഓരോ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോ ടീച്ചറിന്റെ ലിങ്ക് എന്നും പറഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ സ്ലോട്ടിൽ ഏത് ടീച്ചറെയാണോ കിട്ടിയിരിക്കുന്നത് ആ ലിങ്കിലായിരിക്കണം ആ ടൈമിൽ നിങ്ങൾ കയറേണ്ടത്. മനസ്സിലായോ? ക്ലാസ് റൂമിന്റെ ലിങ്ക് അല്ല വൈവയ്ക്ക്. അത് ഓർത്തു വെക്കുക. ഓരോ ടീച്ചേഴ്സിനും പ്രത്യേകമായിട്ട് ലിങ്ക്, സെപ്പറേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് സ്ലോട്ട് ഇടുമ്പോൾ ഏത് ടൈമാണ് ഏത് ടീച്ചർ ആണെന്നുണ്ടാവും. അപ്പൊ ആ ടീച്ചറുടെ ലിങ്ക് ഏതാന്ന് ക്ലാസ് റൂമിലെ മെസ്സേജിൽ നിന്ന് എടുക്കുക, ആ ലിങ്കിൽ ജോയിൻ ആവും. വീഡിയോ നിർബന്ധമായും ഓൺ ചെയ്യണം. വൈവയാണ് ഇമ്പോർട്ടന്റ് അല്ലേ മാം? നമുക്ക് ആ ഒരു പെർഫോമൻസ് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ. യെസ്, കാരണം പ്രാക്ടിക്കൽ ബേസ്ഡ് ആണല്ലോ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ഓറിയന്റഡ്. തിയറി എങ്ങനെയും നമുക്ക് പരീക്ഷ എഴുതാം, പക്ഷെ ആ ഒരു പ്രാക്ടിക്കൽ, ആ ഒരു ഓൺ ലൈവ് ആയിട്ട് നിങ്ങളുടെ പെർഫോമൻസ് അത് തന്നെയാണ് ശരിക്കും ഇതിന്റെ. അതുകൊണ്ടാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ. അത് ഞാൻ സർവേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇനി നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കണോ? സർവേ റിപ്പോർട്ട്
അതെ. അപ്പൊ അതിന്റെ ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ ഒക്കെ എഴുതുന്നുണ്ടല്ലോ. പിന്നെ അത് കൂടാണ്ട് നമ്മൾ സെപ്പറേറ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം അല്ലേ? ലാസ്റ്റ് സർവീസ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നോ? അതെല്ലാം ചെയ്തായിരുന്നു. അത് മതി. വേറെ പുതിയത് അതാണ് അതിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് ആണത്. ലാസ്റ്റ് കൺക്ലൂഷനിൽ എത്തി നിൽക്കുന്ന റിപ്പോർട്ട്. അപ്പൊ ഇനി വേറെ സെപ്പറേറ്റ് വേറൊരു റിപ്പോർട്ട് വേണ്ടല്ലോ? ഇല്ല. ചിലര് കളക്ട് ചെയ്ത ഷീറ്റ് മാത്രമായിട്ട് വരും, റിപ്പോർട്ട് ചെയ്യാതെ, റിപ്പോർട്ട് ഉണ്ടാക്കാതെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പ്രത്യേകം. ഓക്കെ മാം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാം. മാം നമുക്കിപ്പോ സെക്കൻഡ് ടൈം എക്സാം വന്നില്ല, അതും വൈവയൊക്കെ ഒരുമിച്ചായിരിക്കും മാം? ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം ഒരെണ്ണം കഴിഞ്ഞില്ലേ, ഇനി സെക്കൻഡ് ടൈം ഒരെണ്ണം വന്നിട്ടുണ്ടല്ലോ, അത് ഏത് അതെ. സെക്കൻഡ് ടൈം വരുന്നത് മിക്കവാറും നെക്സ്റ്റ് മന്ത് ലാസ്റ്റോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പോർഷൻ തീരണ്ടേ. നിങ്ങൾക്ക് ഇപ്പൊ എവിടെ നിൽക്കുക? പാർട്ട് 3 അല്ലേ ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്? പാർട്ട് 4 തീരാറായോ? ഇല്ല പാർട്ട് 4 എടുക്കുന്നുണ്ടോ ടീച്ചേഴ്സ്? എടുക്കുന്നുണ്ട്. പാർട്ട് 3 നമ്മളിപ്പോ പാർട്ട് 4 ഏകദേശം ആയിട്ടുണ്ട്. കുറച്ച് 1-2 ചാപ്റ്ററും കൂടി ഉള്ളൂ, 1-2 ഉള്ളൂ. അത് പെട്ടെന്ന് തീരും. 3-4 സെഷൻ കൊണ്ട് അത് തീരും. പക്ഷെ പാർട്ട് 3 തീരാനാണ് നമുക്ക് ഇത്തിരി ടൈം എടുക്കുന്നത്. കോർ ടോപ്പിക് ആണല്ലോ, മോണ്ടിസോറി മെത്തേഡ് അല്ലേ. ഞാനിപ്പോ എടുക്കുന്ന യൂണിറ്റ് 3 അല്ലേ. ഇനി 4 ഉണ്ട്, 7 ഉണ്ട്, 10 ഉണ്ട്. 7 തീരുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്കാണ്. കാരണം 7-ലൂടെ നിങ്ങൾ ഇങ്ങനെ കടന്നു പോകണം. അതെങ്ങനെയാണ് ഒരു മോണ്ടിസോറി സ്കൂളിലെ മോണ്ടിസോറി എൻവിയോൺമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ നല്ല മനസ്സിലാക്കി പോകണം. കുറച്ചധികം ഉണ്ട്. അത് തീരാനാണ് സമയം എടുക്കുന്നത്. ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല. എന്നാലും ഓടിച്ചെടുക്കാൻ പറ്റുന്ന പോർഷൻസ് അല്ല പാർട്ട് 3. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി പോകണം. കാരണം നമുക്ക് എന്നാൽ മാത്രമാണ് മോണ്ടിസോറി മെത്തേഡ് എന്താന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ടേം എക്സാമിന് ശേഷമായിരിക്കില്ലേ മാം നമുക്ക് വൈവ വന്നത്? സെക്കൻഡ് ടൈം എക്സാമിന് ശേഷമായിരിക്കില്ലേ വൈവ വന്നത്? നോട്ട് ഷുവർ. ചിലപ്പോ പാരലലി നടക്കും. എക്സാം ആവുമ്പോ വേണമെങ്കിൽ. എന്താണ്? അടുത്ത മാസം തന്നെ നമുക്ക് വൈവ ഉണ്ടാവും അല്ലേ? ഇപ്പൊ മാർച്ചിൽ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാകണം. ഞാനൊന്ന് ജസ്റ്റ് കൺഫേം ചെയ്തിട്ട് പറയാം. കാരണം ഇന്നലെയാണ് എനിക്ക് ജസ്റ്റ് മെസ്സേജ് വന്നത് 13-14 സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ. പ്രാക്ടിക്കൽ കഴിഞ്ഞ് PGയുടെ ക്ലാസ്സസ് തുടങ്ങി ഒരു 10 ദിവസത്തിനുള്ളിൽ വൈവ തുടങ്ങാമെന്നാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ ഇൻഫോം ചെയ്യൂല്ലോ. ഒരു 10 ദിവസം മുമ്പെങ്കിലും ഞങ്ങൾ ഇൻഫോം ചെയ്യില്ലേ വൈവയുടേത്? 1 വീക്ക് മുമ്പ് ഇൻഫോം ചെയ്യുമായിരിക്കും. 10 ദിവസത്തെ കാര്യം എനിക്കറിയില്ല. ഞാനത് ചോദിച്ചിട്ട് പറയാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ബാച്ചിന്റെ കഴിഞ്ഞ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമായിരിക്കും എന്നാ പറഞ്ഞു. ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ. സോ ബാക്ക് ടു ക്ലാസ്. നമ്മളെ യൂണിറ്റ് 3 അല്ലേ? ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് പിടി കിട്ടുന്നുണ്ടോ? ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. നമ്മൾ എവിടെ വരെയായി? ഇതാണ് പവർ ഓഫ് അറ്റൻഷൻ. പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. ഇവിടെ എത്തിയില്ല. നമ്മൾ എടുത്തോ പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ? ഇല്ല മാം. സോ അത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം. Yes, please.
മിസ് വായിക്കട്ടെ. Power of attention. Dr. Maria Montessori concluded that at a certain stage in his development, the child becomes sensitive to his environment and interests not seen before. Children use their new power of concentration to consolidate and develop their personality. Children are naturally inspired by colors, smell, noise, or anything that appeals to his five senses. In the Montessori environment, when children do activities, he develops his ability to focus and builds his personality. Originally, children are attracted to materials that appeal to their five senses. Next, the unknown attracts the child, and lastly, it is the known that attracts him to an activity. The child concentrates on those things that he already has in his mind, that he has observed in the previous period, for whatever has been conquered has a tendency to remain in the mind to pondered. Concentration is the way to opens up the child to the inherent treasure within him. When the child is able to conceive, he replaces an instinctive interest based on primitive impulses with intellectual interest. Now he becomes calmer, more controlled and restored. ഓക്കെ, സോ പവർ ഓഫ് അറ്റൻഷൻ. നമ്മൾ പറഞ്ഞു കുട്ടിക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നു. ഫ്രീഡം കൊടുത്താൽ മാത്രമാണ് ഇൻഡിപെൻഡന്റ് ആവുള്ളൂ. അല്ലാതെ കുട്ടിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം, നമ്മൾ അതിൽ തടസ്സമൊന്നും നിൽക്കാതിരുന്നു കഴിഞ്ഞാൽ കുട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം അത് തന്നെ ഷൂവിന്റെ ലേസ് കിട്ടുന്നു, തന്നെ ഉടുപ്പിടുന്നു, തന്നെ ഭക്ഷണം കഴിക്കുന്നു, നീ ചെയ്യണ്ട, നീ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനേക്കാളും അവൻ എത്ര സമയം എടുത്താണെങ്കിലും അത് ചെയ്യട്ടെ എന്നുള്ളൊരു സ്പേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് കൂടും. പിന്നെ നമ്മൾ മോണ്ടെസോറി മെത്തേഡിന് കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് പോയി ഷെൽഫിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് തന്നെത്താൻ ഇരുന്ന് ചെയ്യാനായിട്ട്. ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ആവുമ്പോൾ അവരുടെ ശ്രദ്ധ കൂടും, അല്ലെ? അതാണ് അവിടെ അതിന്റെ ഡെവലപ്മെന്റ് വരുന്നത്, പവർ ഓഫ് അറ്റൻഷൻ. അവർ വളരെ ശ്രദ്ധിച്ച് കോൺസെൻട്രേഷനോടുകൂടി ചുറ്റും നടക്കുന്നതൊന്നും അവർ കാണുകയോ കേൾക്കുകയില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര ഇൻട്രസ്റ്റ്. നമ്മൾ കുട്ടികൾക്ക് ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മേ ബി അവർക്ക് കുറച്ചു നേരം കൊണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് കുറയും. അവർക്ക് പിന്നെ ഇഷ്ടം വീട്ടിലെ കുക്കറും സ്പൂണും ഗ്ലാസും ഒക്കെയാണ്. എത്ര നേരം വേണമെങ്കിലും അതുകൊണ്ട് അവർ ഇരുന്നോളൂ, അല്ലെ? അപ്പൊ അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധ കൂടുന്നു, കോൺസെൻട്രേഷൻ കൂടുന്നു. അങ്ങനെയാണ് ഈ പവർ അവരിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു ടൈം നമ്മൾ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവരുടെ ഈ കോൺസെൻട്രേഷൻ പവർ, അറ്റൻഷൻ പവർ എല്ലാം വീക്ക് ആവും. കുട്ടികളെ ഇപ്പൊ വളർത്തുന്ന ചെറിയ മക്കളുള്ള മാതാപിതാക്കൾക്ക് അത് മനസ്സിലാവും. ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനായിട്ട് അവർ എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. നമ്മൾ അതിൽ പോയി തടസ്സം മരിക്കുമ്പോഴേക്കും അവർക്ക് അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാവും. അത് അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അറ്റൻഷൻ ഇതെല്ലാം നെക്സ്റ്റ് സ്റ്റേജിൽ, അടുത്ത സ്റ്റേജിലേക്ക് ഇവർ പോകുമ്പോൾ ഇതെല്ലാം അവരെ ഈ പ്രീവിയസ് സ്റ്റേജിലെ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പിംഗ് സ്റ്റോൺസാ. അതേസമയം ശരിയായ രീതിയിൽ അറ്റൻഷൻ, ശരിയായ രീതിയിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകും. അപ്പൊ അക്കാദമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വിചാരിച്ചു. 6 വയസ്സിന് ശേഷം നമ്മൾ എലമെന്ററി എഡ്യൂക്കേഷനിലേക്ക്, നമ്മളത് LP സെഷനിലേക്ക് കുട്ടി കടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടിക്ക് പല രീതിയിലുള്ള അനാലിസിസ്, പ്രോബ്ലം സോൾവിങ്, കാൽക്കുലേഷൻസ് ഒക്കെ ആവശ്യമാണ്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഏത് ഏരിയ ആണെങ്കിലും കുട്ടിക്ക് പഠിച്ചു പോകാൻ പറ്റൂല, അല്ലേ? ഇതെല്ലാം അതിന്റെ ഫൗണ്ടേഷൻ ആണ്. ഈ ഒരു ഏജ് 3 to 6 ഇയേഴ്സിലെ എല്ലാ ഡെവലപ്മെന്റും കുട്ടിയുടെ അടുത്ത ഒരു അഡൾട്ട് ആകുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഫൗണ്ടേഷൻ തന്നെയാണ്. ഓരോ സ്റ്റേജിന്റെയും സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് പ്രീവിയസ് സ്റ്റേജ് തന്നെയാണ്. അപ്പൊ ഫൗണ്ടേഷൻ ഇടുന്ന അത് അവിടെ നല്ലപോലെ ആയില്ലെങ്കിൽ കുട്ടി ഡെവലപ്പ് ആകില്ല. അതാണ് പറഞ്ഞത്. മാം, ഞാൻ ഈ ഇടയ്ക്കൊരു ജേർണൽ വായിക്കാൻ വേണ്ടി ഇടയായി. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറയുന്ന ജപ്പാനിലാണ് ഇപ്പം മാക്സിമം, ഇന്ത്യയിലുണ്ട്, പക്ഷെ ഇന്ത്യയിലെ ടെക്നിക്ക് ഇപ്പം തീരെ ഒരു മോശമായി വന്നിട്ടിരിക്കുകയാണ്. കാരണം ജപ്പാനിൽ ഈ മൊണ്ടേഷണറി മെത്തേഡ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാനുള്ള പ്രോപ്പർ ടൈമിങ്, പ്രത്യേകിച്ച് 5 ഇയേഴ്സിന് അണ്ടറിലുള്ള കുഞ്ഞുങ്ങൾക്ക്
12 അവേഴ്സിന്റെ അകത്ത് വെച്ച് സ്ലീപ്പ് വേണം, സ്ലീപ്പ് സൈക്കിൾ. അതുപോലെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന. ഇപ്പം നമ്മുടെ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പ്രോഗ്രാം ഒക്കെ പോകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്യും. അതായത് 9 കിടന്ന് ഉറങ്ങാനുള്ള കുട്ടി 10 to 11 ഒക്കെ ആവും. നമ്മളത് മൈൻഡ് ചെയ്യാറില്ല, നമ്മൾ വിചാരിക്കും ഒരു ദിവസം അല്ലെ 2 ദിവസം അല്ലേ എന്ന്. അപ്പൊ അത് അവർക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ട്, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. അതുപോലെ അവരുടെ ഫുഡ് ഐറ്റം നമ്മൾ മാക്സിമം എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജങ്ക് ആണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അവർ പറയണ മാക്സിമം ഗ്രീനിനെ പ്രൊമോട്ട് ചെയ്യുക, വെജിറ്റബിൾസ് കാര്യങ്ങൾ അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമ്മൾ അതിനുശേഷമാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ സ്റ്റഡീസിനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവും എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നു, ജേർണൽ വന്നു, അത് ഞാൻ വായിക്കുകയുണ്ടായി. വെരി ഗുഡ്, താങ്ക് യു രവി, താങ്ക് യു ഫോർ ഷെയറിംഗ്. ഏതിലായിരുന്നു ജേണല്? എന്താണ് മാം? ഏതിലാ വന്നത് ആ ജേണല്? ഞാൻ ഗൂഗിൾ വഴി നോക്കി പോയപ്പോഴാണ് മാം. ഇത് ഗൂഗിളിലാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വന്നത്. യെസ്, മനസ്സിലായി. അപ്പൊ ആ രീതിയിലൊരു കോൺസെൻട്രേഷൻ അവർക്ക് വരികയാണ്. പിന്നെ ഇവരൊരു കാര്യം ചെയ്യുമ്പോൾ ഇതെല്ലാം ഇവരുടെ മനസ്സിൽ പതി. അതങ്ങനെ നമ്മൾ പറഞ്ഞൊരു അബ്സോർബൻ മൈൻഡ് ആണ്. ഇവരെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇവരുടെ മനസ്സ്. അബ്സോർബൻ മൈൻഡ്, കാണുന്നതും കേൾക്കുന്നതൊക്കെ അങ്ങ് അബ്സോർബ് ചെയ്ത് വെക്കും. ഇവർക്കത് പ്രീവിയസ് പീരീഡ്, ഇതിന് മുമ്പ് അവർ ചെയ്ത പല കാര്യങ്ങളും അവരുടെ ഉള്ളിലുണ്ടാകും. അതിന്റെ റിഫ്ലക്ഷൻ, പോണ്ടേർഡ്, അതിന്റെ റിഫ്ലക്ഷൻ ആണ്, മൈൻഡിലുള്ളതിന്റെ റിഫ്ലക്ഷൻ ആണ് അവർ പിന്നെ കാണിക്കുന്ന ഓരോ ആക്ഷൻസിലും വരുന്നത്. അവർ നേരത്തെ പഠിച്ചു വെച്ചത്. ഇപ്പൊ നമ്മൾ ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചപ്പോ, ഫസ്റ്റ് ടൈം വെള്ളം ഒഴിച്ചപ്പോ വെള്ളം വല്ലാതെ തുളുമ്പി സ്പിൽ ഔട്ടായി പുറത്തു പോയി. അടുത്ത തവണ ചെയ്യുമ്പോൾ ഈ ഓർമ്മ അവന്റെ മൈൻഡിൽ ഉണ്ടാവും, അതിന്റെ റിഫ്ലക്ഷൻ വരും. ഇനി ഞാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊരു തോട്ട് വരും. അപ്പൊ അതൊക്കെ കുട്ടിയുടെ ഡെവലപ്മെന്റ് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കോൺസെൻട്രേഷൻ നമുക്കറിയാലോ, നമുക്ക് നല്ല കോൺസെൻട്രേഷനിൽ നമ്മൾ ഇരിക്കുവാണെങ്കിൽ എന്തും നമുക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും, എന്തും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, എന്ത് കൺസീവ് ചെയ്യാൻ പറ്റും. ആസ് ആൻ അഡൽട്ട് നമ്മൾ എപ്പോഴും പറയും ഫോക്കസ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സെൽഫായിട്ട് അത് പെട്ടെന്ന് നിൽക്കും. നമ്മൾ ഏജ് കൂടുന്തോറും നമ്മുടെ ഈ കോൺസെൻട്രേഷൻ പവർ നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവും. കാരണം മനസ്സിൽ പല പല കാര്യങ്ങളും അങ്ങനെ വരുമ്പോൾ നല്ല കോൺസെൻട്രേഷനിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പല കാര്യങ്ങളും പെട്ടെന്ന് കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. PSC എക്സാമിന് അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന്, സിവിൽ സർവീസിനൊക്കെ ട്രൈ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ, അവർ അതുപോലെയാണ്, ഭയങ്കര ഫോക്കസ് ആയിരിക്കും. ഓരോ ടൈമും ഓരോ മിനിറ്റും അവർക്ക് വാല്യൂ ഉള്ളതാണ്. അവർ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത പോലെ ആ ഒരു ഡെഡിക്കേഷനിൽ അവരിയ്ക്കും. അവർ ചിലപ്പോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ മാറ്റി വെക്കും. അവര് ഫാമിലി ഫംഗ്ഷനിൽ നിന്നും മാറി നിൽക്കും. കാരണം അതിന് അങ്ങനെ ആ രീതിയിൽ ഒരു ഡിസ്ട്രാക്ഷനും സംഭവിക്കാത്ത രീതിയിൽ അങ്ങനെ പെർഫോം ചെയ്യുന്ന കുട്ടിയുണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു കുട്ടിയുണ്ട് കേട്ടോ, PSCക്ക് ട്രൈ ചെയ്യണം, 30+ ആയി. അപ്പൊ അതിന് ശരിക്കും ജോബ് ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നത് കണ്ടു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അതിന്റെ ആക്ടിവിറ്റീസ് എനിക്കപ്പോ സംശയം തോന്നി. കാരണം വെച്ചാൽ ഇതിന് PSC ഞാനപ്പോ അതിനൊരു ഇൻകം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചില ജോബ് ചാൻസസ് ആ കുട്ടിയോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞെങ്കിൽ ചേച്ചി ഞാൻ ഇനി ഒന്നിലേക്ക് നോക്കുന്നില്ല, ഞാൻ PSC തന്നെ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഓർത്ത് ഓക്കെ, PSCയിൽ അത്രയും ഇതായിട്ട് ഫോക്കസ് ചെയ്യാണല്ലോ എന്ന്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു, ഇന്ന് തീരുവാണ്. ആ ഉത്സവം തുടങ്ങി ഇന്ന് വരെ ആ കുട്ടി അമ്പലത്തിലാണ്. അപ്പൊ ശരിക്കും PSCക്ക് ട്രൈ ചെയ്യുന്നപ്പോ അങ്ങനെ അമ്പലത്തിൽ പോയത് ഒരു തെറ്റാണെന്നല്ല കേട്ടോ, അല്ല ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ ഒരു ട്രഡീഷന്റെ ഭാഗം, നമ്മുടെ ഒരു വർഷത്തിലൊരിക്കൽ വരുന്നു നമ്മുടെ ആഘോഷമാണ്. പക്ഷേ ഫുൾ ടൈമും അവിടെയായി പോയതായിരുന്നു പ്രശ്നം. അതിന്റെ PSCയുടെ ഒക്കെ അപ്പൊ ബ്രേക്ക് വന്നില്ലേ. നമ്മൾ പോകുന്നു ശരി തന്നെ, പക്ഷെ നമ്മുടെ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മളൊരു ജോബിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ആ ജോബ് തന്നെയാണ്. ബാക്കിയെല്ലാം അത് കഴിഞ്ഞ സെക്കൻഡ് തേർഡ് ആ രീതിയിൽ ബാക്കിയുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യല്ലേ, അങ്ങനെ വേണം. സോ അത് എനിക്ക് അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരാളുടെ ഭാഗത്തുണ്ടായ ഒരു ചെറിയ വീഴ്ചയായിട്ട് നമ്മളെപ്പോഴും അങ്ങനെ വേണം, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം. നമുക്ക് പലപ്പോഴും ഒരു ഏർണിങ്, ഒരു ഇൻകം വേണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ പല കോഴ്സിനോ പല ഇതിനൊക്കെ ചേർന്ന് നമ്മളൊരു ജോലി കണ്ടെത്താറുണ്ടല്ലേ. ബട്ട് വൺസ് നമ്മൾ ഈ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾക്ക് കൺഫ്യൂഷൻസ് വരും. എനിക്ക് വരുമാനം മാത്രം മതിയോ, ഞാൻ ആ ജോലി ഇഷ്ടത്തോടെ ചെയ്യണം അല്ലെ, ഇഷ്ടത്തോടെ ചെയ്യണം. അതിന്റെ ഇഷ്ടമില്ലാത്ത ഒരു ജോലി വരുമാനം മാത്രം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു സിൻസിയാരിറ്റി, നമ്മുടെ ഡെഡിക്കേഷൻ ഒക്കെ അവിടെ ലെസ് ആയിരിക്കും. ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ഒക്കെ ലെസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇഷ്ടത്തോടു കൂടി അത് ചെയ്യുമ്പോൾ അത് കരിയറായി, അതാണ് നമ്മുടെ കരിയർ അല്ലെ.
അതാണ് നമ്മുടെ കരിയർ. നമ്മള് എന്ത് ജോലി ചെയ്യുമ്പോഴും അത് നമ്മുടെ ജോബും കരിയറും തമ്മിലുള്ള ഡിഫറൻസ് ആക്കാം. ജോബ് ഇസ് ഏണിങ്, ആ ഒരു നമുക്ക് കിട്ടുന്ന ശമ്പളമായിട്ട് റിലേറ്റഡ് ആയിട്ട്. പക്ഷെ നമ്മുടെ കരിയർ ചിലപ്പം വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നതിന്റെ പർപ്പസ് അത് വേറെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ എന്നോട് പറഞ്ഞതാണ്, ഇതിനൊരു ടീച്ചറുടെ കറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നതാണ്. ടീച്ചറുടെ ജോബ് ടീച്ചർ കരിയറും ടീച്ചർ തന്നെ, ടീച്ചറുടെ പർപ്പസ് ടീച്ചിങ്. ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടമാണ് ടീച്ചറായിട്ടിരിക്കുക, എപ്പോഴും ആരെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ടീച്ചറെ സംബന്ധിച്ച് ജോബും കരിയറും പർപ്പസും സെയിം തന്നെ. അതായത് അങ്ങനെ വരുമ്പം എത്ര സമയം വേണമെങ്കിലും മടുപ്പില്ലാതെ പഠിപ്പിക്കാനുള്ളൊരു കഴിവ് ആ ടീച്ചർക്ക് ഉണ്ടാവും. അതേസമയം ചിലർക്ക് ജോബ് അത് കരിയർ അപ്പോഴും അവർ മനസ്സിലാക്കിയിട്ടില്ല. വെച്ചാൽ എനിക്ക് കാശ് കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുന്നു. അപ്പൊ അത് ജോബ് മാത്രമായിട്ട് നിൽക്കും. നമുക്ക് ആ കാശിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം. അതേസമയം നമ്മളുടെ പാഷനാണത്. പാഷനും അത് തന്നെയാണ്, നമ്മളുടെ ഏണിങ്ങും അത് തന്നെയാണ്. ജോബും അത് തന്നെയായി, കരിയറും അത് തന്നെയായി. അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണം. എന്താണ് എന്റെ ജോബ്, എന്താണ് എന്റെ കരിയർ, എന്താണ് എന്റെ പർപ്പസ് കുട്ടികളുടെ ഇടയിൽ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് തന്നെയാണ് ആ ഒരു ടീച്ചർ പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നും, നമ്മൾ ഭയങ്കര സിൻസിയർ ആയിരിക്കും, നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരിക്കും. നമുക്ക് മടുപ്പേ ഉണ്ടാവില്ല നമ്മുടെ ജോലിയോട്. മറ്റേത് വെറുതെ ഒരു കാശിന് വേണ്ടി നമ്മൾ എന്തോ ചെയ്യണ പോലെ ആയിപ്പോകും. ടീച്ചിങ് മാത്രമല്ല, പല പല ജോലികൾ. ഇപ്പൊ ഏതെങ്കിലും ഓഫീസിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു, ആളുടെ ജോബ് അതാണ്, ഗവൺമെന്റ് ജോലി കിട്ടി ക്ലർക്കാണ്, പക്ഷെ താല്പര്യം ഉണ്ടായിരിക്കില്ലായിരിക്കും. പക്ഷെ അങ്ങനെ ജോലി ചെയ്തപ്പം ആള് സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി, ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോ ചെറിയ രീതിയിൽ അവരെ പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ സോഷ്യൽ വർക്കർ ആയി അയാളുടെ പർപ്പസ് അതായി. ഈവൻ ജോബ് ക്ലർക്കായിരിക്കും, പക്ഷെ കരിയർ വന്നപ്പോ അയാള് സോഷ്യൽ വർക്കറായി. ക്ലർക്ക് പ്ലസ് സോഷ്യൽ വർക്കറായി. അപ്പൊ അയാള് ആ ക്ലർക്ക് ആയതുകൊണ്ടാണ് അയാൾക്ക് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ററാക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, എനിക്ക് എമ്പതി ഉണ്ടല്ലോ, ഞാൻ എമ്പത്തറ്റിക് ആണല്ലോ, എനിക്ക് ആൾക്കാരുടെ വിഷമങ്ങൾ കേൾക്കാൻ പറ്റുന്നു, അവരെ എനിക്ക് സഹായിക്കാനായിട്ട് പറ്റുന്നു. സോ ദാറ്റ് മീൻസ് അയാളവിടെ ജോബിനൊപ്പം തന്നെ, അപ്പൊ അയാളുടെ ജോബിനെ ഇഷ്ടപ്പെടും. അപ്പൊ അയാള് അതില് ഇരുന്നുകൊണ്ട് നല്ല രീതിയിൽ അതിൽ വർക്ക് ചെയ്യാനും തുടങ്ങും. അപ്പൊ ശമ്പളം വാങ്ങുമ്പോൾ ഒട്ടും കുറ്റബോധവും തോന്നില്ല, കാരണം പണിയെടുക്കുന്നുണ്ട്, ഒരു പർപ്പസും ഉണ്ട് ആ ഒരു ഇതിൽ. അങ്ങനെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം, നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ, നമ്മുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ എന്ത് ജോലി എനിക്ക് വേണം, എന്റെ കരിയർ എന്തായിരിക്കണം, ഞാൻ എന്ത് പർപ്പസ് എനിക്ക് വേണം, ആ കരിയറിൽ എനിക്ക് എന്ത് പർപ്പസ് വേണം. പലപ്പോഴും പർപ്പസ് നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇവിടെ പർപ്പസ് അങ്ങനെ വന്നു, ഞാൻ അങ്ങനെ ആ ഒരു റൈറ്റ് ടൈം ഇന്റർവെൻഷൻ. ചില ഡോക്ടേഴ്സ് അവർക്ക് മണി മേക്കിംഗ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലേ. ചില ഡോക്ടേഴ്സ് പേഷ്യൻസുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും, ഒരു ഇമോഷണലി കണക്ഷൻ വരും. അവരപ്പോ എംപതറ്റിക് ആയി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. പ്യുവർ ആണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങില്ല, മാക്സിമം സാമ്പിൾ ആയിട്ട് കിട്ടുന്ന മെഡിസിൻസ് ഒക്കെ തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും, അവരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങില്ല. അങ്ങനെ ചെയ്യുന്ന ചില ഡോക്ടേഴ്സ് ഉണ്ട്, ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്കൊരു അനിഷ്ടമോ ഒരു ഫ്രസ്ട്രേഷനോ വരില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ജോലി ചെയ്യും. അപ്പൊ നമ്മൾ ജോബ്, കരിയർ, പർപ്പസ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. കരിയർ കൺസൾട്ടന്റ് എന്നുള്ളൊരു കോഴ്സാണ്. അപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയത്, എന്റെ ജോബ് എന്താ, എന്റെ കരിയർ എന്താ, എന്റെ പർപ്പസ് എന്താ എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ അസൈൻമെന്റ് അതാണ്, അത് കംപ്ലീറ്റ് റിപ്പോർട്ട് ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാം. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് വിൽ. ഓക്കെ, നമ്മൾ പറഞ്ഞു കുട്ടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സമയവും സാഹചര്യവും നമ്മൾ സറൗണ്ടിങ്സും മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി വളരെ ശ്രദ്ധയോട് കൂടിയിരുന്ന് ചെയ്യും, പല കാര്യങ്ങളും അതിൽ നിന്നും കൺസീവ് ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ പ്രീവിയസ് ഏതെങ്കിലും എക്സ്പീരിയൻസിന് ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കും അതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ വരുന്നത്. ഈ പ്രസന്റ് ചെയ്യുന്നത് ഡെവലപ്പ് ആവുന്ന പല കാര്യങ്ങളിലാണ് ഫ്യൂച്ചറിലേക്കുള്ള ഒരു സ്റ്റെപ്സ് ആയിട്ട് കുട്ടിക്ക് വരുന്നത്. ഓക്കെ, ഇനി കുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നതാണ് നെക്സ്റ്റ്. അത് 3 സ്റ്റേജസ് ആയിട്ട് ഡോക്ടർ മോണ്ടിസോറി പറയുന്നുണ്ട്, 3 സ്റ്റേജ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അത് ആ ഒരു വില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, എക്സാമ്പിൾ
സെയിം ഞാൻ പറയുന്ന കാര്യം തന്നെ പറയാം. ആദ്യമായിട്ട് കുട്ടി ജഗ്ഗിൽ നിന്നും വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ കുട്ടിക്ക് അറിയില്ല എത്രത്തോളം ഫോഴ്സ്, എങ്ങനെ ജഗ് പിടിക്കണം, ഏതൊരു ആംഗിളിൽ അത് ഇരുന്നാലാണ് കറക്റ്റ് വെള്ളം ഗ്ലാസ്സിൽ ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ ഗ്ലാസിന്റെ അപ്പുറത്തേക്കായിരിക്കും വെള്ളം പോയത്. കറക്റ്റ് ലെവലിൽ പിടിക്കുമ്പോഴാണ് ഗ്ലാസ് വരിക. അതൊക്കെ ആസ് ആൻ അഡൽട്ട് നമുക്കറിയാം. നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ ചെറുപ്പം തുടങ്ങി കുറെ വെള്ളം പുറത്തേക്ക് സ്പിൽ ഔട്ട് ചെയ്ത് കളഞ്ഞാലും നമുക്കറിയാം എങ്ങനെ അത് പിടിക്കണം. ഫസ്റ്റ് ടൈം അങ്ങനെ സംഭവിച്ചപ്പോ കുട്ടി രണ്ടാമത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കും. അങ്ങനെ റെപ്പിറ്റേഷൻ പലതവണ ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റ് ആവും. ശരിയല്ലേ? റിപ്പീറ്റ് ചെയ്യുന്നു, സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റ് ആവും. അപ്പൊ മോണ്ടിസോറി പറഞ്ഞ ആ ഡെവലപ്മെന്റ് ഓഫ് വില്ലിന്റെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ആ ഒരു റിപ്പീറ്റേഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിങ്ങനെ കറക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്ത് പറ്റും? ചുറ്റുമുള്ളതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ, വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, അവന് ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് ചെയ്യും. നമ്മൾ പറയില്ലേ, എത്ര നേരം വേണമെങ്കിലും അതുകൊണ്ട് ഇരുന്നോളും, ഒരു ശല്യം ഇല്ല എന്ന് പറയും. സോ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാണ് തന്നെ. നമ്മൾ വടിയെടുക്കാനോ ഷൗട്ട് ചെയ്യാനോ പണിഷ് ചെയ്യേണ്ട ആവശ്യമേ വന്നില്ല. കുട്ടികൾ താനെ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തു. ഓക്കെ. ഇനി ചില കുട്ടികൾ പറയും, ഞാൻ അമ്മ പറഞ്ഞാൽ കേൾക്കാം, ഞാൻ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാം, അമ്മൂമ്മ പറഞ്ഞാൽ കേൾക്കാം, മുത്തശ്ശൻ പറഞ്ഞാൽ കേൾക്കാം എന്നൊക്കെ പറയുന്നത് കേൾക്കാം അല്ലെ. അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, ഇഷ്ടപ്പെട്ട സമയം, ഇഷ്ടമുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാണ്. സോ പിന്നെ അവര് നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഒബീഡിയൻസ് ഡെവലപ്പ്. അപ്പൊ അച്ചടക്കവും അനുസരണയും തല്ലി നിർബന്ധിച്ച് പേടിപ്പിച്ച് ഒന്നുമല്ല ഉണ്ടായത്. എല്ലാം കൂടെ താനെ ഉണ്ടാവുകയാണ് ചെയ്തത് അല്ലെ. അതെവിടെ നിന്ന് തുടങ്ങി? ഫ്രീഡം കൊടുത്തപ്പോ തുടങ്ങിയതാണ് ഇതെല്ലാം. ഫ്രീഡം കൊടുത്തപ്പോ കുട്ടി ഇൻഡിപെൻഡന്റ് ആയി, കുട്ടിയുടെ കോൺസെൻട്രേഷൻ കൂടി, കുട്ടിയുടെ പവർ ഓഫ് അറ്റൻഷൻ കൂടി, കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു 3 സ്റ്റേജിലൂടെ. റിപ്പീറ്റ് ചെയ്ത് അവൻ കറക്റ്റ് ആകുന്നു, സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകുന്നു, ഒബീഡിയന്റ് ആകുന്നു. ക്ലിയർ ആയോ എങ്ങനെ അതിലേക്ക് വന്നു എന്ന്? ഞാൻ പറഞ്ഞു പാർട്ട് 3 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഉള്ളിലേക്ക് ശരിക്കും എടുക്കണം. എനിക്ക് എപ്പോഴും ഭയങ്കര എന്നുള്ള വാക്ക് വരും. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഈ കോഴ്സിന് ചേർന്ന സമയത്ത് ഞങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ട്. മെന്റർ ഒരു മോളിമാം ഉണ്ടായിരുന്നു. മാം കിഷ ഭയങ്കര എന്ന് പറയരുത്, അത് നെഗറ്റീവ് വേർഡാണ്. പക്ഷെ നമ്മൾ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ് അത് യൂസ് ചെയ്ത് ഭയങ്കര നമ്മൾ കൂടുതൽ വളരെ എന്നുള്ളതിന് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇടയ്ക്ക് അത് വന്നപ്പോ ഞാനത് ഓർക്കുക. പറഞ്ഞിരുന്നു ഈ റിപ്പീറ്റേഷൻ ടെൻഡൻസി ഓഫ് മാൻ എന്നുള്ള ചാപ്റ്ററിലെ 9th മോണ്ടിസോറിയിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പീറ്റേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് ഹ്യൂമൻ ടെൻഡൻസി തന്നെയാണ് റിപ്പീറ്റേഷൻ അല്ലെ. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഡാൻസ് നിങ്ങൾ എല്ലാവരും കൂടെ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ കോൺവെക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. എന്തിനാ റിപ്പീറ്റ് ചെയ്യണേ? ഭംഗിയാക്കാൻ അല്ലെ, പെർഫെക്റ്റ് ആക്കാൻ. അതെല്ലാം ഹ്യൂമന്റെ ടെൻഡൻസി തന്നെയാണ്. റൈറ്റ്? ഓക്കെ. സോ ഡെവലപ്മെന്റ് ഓഫ് വിൽ 3 സ്റ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇൻട്രൊഡക്ഷനും ഫസ്റ്റ് സ്റ്റേജും കൂടെ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? മാം ഡെവലപ്മെന്റ് ഓഫ് വിൽ തൊട്ടാണോ മാം? അതെ. ഡെവലപ്മെന്റ് ഓഫ് വിൽ അത് നീങ്ങി മാം അപ്വേർഡിലായി പോയി. ഞാൻ എന്റെ സ്ക്രീൻ നോക്കിയാണ് റീഡ് ചെയ്യുന്നത്. ഓ, കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ അത് അപ്വേർഡ് ആയി പോയി. ഡെവലപ്മെന്റ് ഓഫ് വിൽ എന്നുള്ളത് മാമിന്റെ സ്ക്രീനിൽ അത് അപ്പായാലും പോയി. ഇപ്പൊ ഓക്കെയാണ് മാം. ഓക്കെയാണ് മാം. Through repeated work, the child will slowly create will. As he repeats his work many times over a period of time, he gains power over his own action. The child then moves to the second stage, that is accepting self-development as a way of life. After accomplishing self-discipline as a way of life, the child reaches the third stage of development, will involving the power to serve. Thus, Mundeshwari observed 3 stages of development. First stage, repetition. Ma'am, other read it. First stage. The child has a basic inner urge that directs him towards determined activities. He does not constantly direct his will. The child begins
the repetition of an activity several times without obvious reason to an adult. However, internally, this repetition assists him in his psychic development. It is important to note that, however trivial his achievement may be to an adult, but for the child he is acquiring control over himself and the surrounding. In a short time, he will be a master of the environment himself. Constant interpretation by an adult will have a disturbing effect on his psychic development, especially in terms of his self concept. As the child sustains making his own decisions and make movement in the environment, he slowly moves from an unconsciousness stage into a consciousness. This is a slow process and it develops through his continuous contact with the environment. As the child begins to have activity in his environment at his own conscious dedicate, he will continue to be encouraged. The child's will is gradually developed as he endures to adapt to the limits of his chosen task. Second stage. Yes, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോവാം. ഓക്കെ Okay. ഓക്കെ ഫൈൻ. സോ ഞാൻ ഇത് നിങ്ങളെ വായിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആകാതിരിക്കാനാണ് ഓരോ സ്റ്റേജിൽ ഞാനൊന്ന് ബ്രീഫ് ചെയ്തത്. കാരണം നമുക്ക് ഇതിന്റെ കണ്ടന്റ് ഇച്ചിരി വായിക്കുമ്പോൾ ഒരു ടഫായിട്ട് തോന്നും, പക്ഷെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റിപ്പിറ്റേഷൻ. ഇതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് കൂടെ വന്നത്, കുട്ടി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഡൾട്ട് വന്ന് ഇന്ററപ്റ്റ് ചെയ്താൽ, തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് അങ്ങ് അറസ്റ്റഡ് ആകും. ചിലപ്പോൾ കുട്ടി വെള്ളത്തിൽ കളിക്കുകയായിരിക്കും, എന്താടാ നീ കാണിക്കണേന്ന് ചോദിക്കുന്നത്, കുട്ടി അങ്ങ് ഞെട്ടിപ്പോവും. എന്നൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പാട്ടോ, ക്ലാസ്സില് തന്ന എനിക്കതൊരു റോങ് മെസ്സേജ് ആയി തോന്നി. ഐ ഡോണ്ട് നോ വൈ. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് ശരിയാവുമായിരിക്കും. ഒരു കുട്ടിയെ വിളിക്കുമ്പോ ഉറക്കെ ഷൗട്ട് ചെയ്തവന്റെ പേര് വിളിക്കാതെ. ഷൗട്ട് എന്ന് പറയുമ്പോ തന്നെ കുട്ടി പേടിച്ചു പോകൂലേ, സ്വന്തം പേരാ വിളിക്കണെങ്കിലും. അന്ന് നമ്മൾ മിണ്ടാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞേനെ, ഇപ്പൊ നമ്മൾ തിരിച്ചു പറഞ്ഞേനെ. അപ്പൊ അങ്ങോട്ട് അങ്ങ് യോജിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് കുട്ടിയെ പേര് വിളിക്കുകയാണെങ്കിൽ അതേസമയം അവിടെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു മൂവ്മെന്റ് ആണ് കുട്ടിയുടെ സൈഡിൽ നിന്ന് വന്നെങ്കിൽ നമുക്ക് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് അങ്ങനെ പേര് വിളിക്കാം. അപ്പൊ പെട്ടെന്ന് അവന് മനസ്സിലാവും, യെസ് ഞാൻ എന്തോ പ്രശ്നം ചെയ്തു. പിന്നെ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അത് ഡോക്ടർ മോണ്ടിസോറിയും പറയുന്നുണ്ട്. നമ്മൾ കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, പക്ഷേ ഒരു ഈവിൾ ആയിട്ടൊരു മൂവ്മെന്റ്, ഒരു ബാഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫെസിലിറ്റേറ്റർ ഇടപെടണം എന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാര്യം സൈഡിൽ നിന്ന് കുട്ടിയെ ഒബ്സർവ് ചെയ്ത് കുട്ടിയുടെ നീക്കങ്ങൾ നോക്കുവാണെങ്കിൽ കൂടിയും ബാഡ് മൂവ്മെന്റ്സ്, ഒരു ഈവിൾ ആയിട്ടുള്ള മൂവ്മെന്റ് ആ ഒരു എൻവയോൺമെന്റിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇടപെട്ട് അത് മാറ്റണം. അതിന് മറിയ മോണ്ടിസോറിയുടെ എക്സ്പ്ലനേഷൻ വേറെയാ. അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ഒരു ബാഡ് മൂവ്മെന്റ് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ തടസ്സപ്പെടുത്തുന്നു. നമ്മള് കുട്ടി മോശമായി പോകും, ചീത്തയായി പോകുന്നു നമ്മള് കോമൺലി പറയും. പക്ഷെ അവിടെ മോണ്ടിസോറി പറഞ്ഞത് കുട്ടിയുടെ ഡെവലപ്മെന്റിന് അത് തടസ്സമാകും. അതുകൊണ്ട് ബാഡ് കണ്ടാൽ അപ്പൊ തന്നെ നമ്മൾ ഇടപെടണം എന്നാണ് പറയുന്നത്. അതും ഇവിടെ തന്നെ. അപ്പൊ നമ്മള് ഈ റിപ്പിറ്റേഷൻ, ഇപ്പൊ കുട്ടി അങ്ങനെ പലതവണ ചെയ്തോണ്ടിരിക്കുന്നത്, നീ എന്ത് കാണിക്കുന്നത്, കുറെ നേരം ആയല്ലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവന്റെ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻസും ഒക്കെ ലോ ആയി പോകും. അതൊരു ഷൗട്ടിൽ കൂടെ ആവുമ്പോഴേക്കും തീരും. അതേസമയം നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൊള്ളാലോ എന്താ ചെയ്തോണ്ടിരിക്കുക അങ്ങനെ ആവുമ്പോഴേക്കും അവർക്ക് മോട്ടിവേഷൻ ആകും. അത് അവരെ കൂടുതൽ ഡെവലപ്പ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടായിരിക്കും അഡൾട്ട് കാണുന്നത്. ജഗ്ഗില് കുട്ടി വെള്ളം ഒഴിക്കണ കണ്ടുകൊണ്ട് ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ല എന്ന് അഡൾട്ട് ചിലപ്പോൾ പറയാം. നിനക്കറിയില്ലെങ്കിൽ ചെയ്യാതിരുന്നാ പോരെ, ഞാൻ എടുത്തു തരില്ലേ, അങ്ങനെയും പറയും അല്ലെ. ഇതെല്ലാം കുട്ടിയെ ഡീമോട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ അതെല്ലാം കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അറസ്റ്റ് ചെയ്യും, തടസ്സപ്പെടും. അതാണ് പറഞ്ഞത്, അഡൾട്ടിന്റെ ഒരു ഇന്ററപ്ഷൻ ആ കുട്ടിയുടെ എന്താ പറയാ പവറിനെ അങ്ങ് താഴ്ത്തിക്കളയും. അപ്പൊ അവന്റെ ഉള്ളിൽ
മാം എനിക്ക് ഇത് പറയാനുള്ള എക്സാമ്പിൾ പറയാനുള്ള ഈ കുഞ്ഞുങ്ങൾ കൂടുതലും പ്രത്യേകിച്ച് അണ്ടർ 5 ഇയേഴ്സ് കുട്ടികൾ മണ്ണിൽ കളിക്കും. നമ്മുടെ നാട്ടിലൊക്കെ മണ്ണിൽ കളിക്കും, അവർ വെളിയിൽ പോയിരുന്ന് കളിക്കും. അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ ചില സമയത്തിന് വിടും, പക്ഷെ മാക്സിമം നമ്മൾ അവരെ ഈ കുളിച്ചിട്ടൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇരുത്തിയിരിക്കുമ്പോൾ നമ്മൾ വെളിയിൽ ഇവരെ വിടത്തില്ല, മാക്സിമം വിടത്തില്ല. അഥവാ വെളിയിൽ പോകണമെങ്കിൽ നമ്മൾ പറയും സ്ലിപ്പേഴ്സ് ഇട്ടിട്ട് വേണം വെളിയിൽ പോകാൻ. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കില്ല. അവർക്ക് നമ്മളുടെ ഒന്ന് ഒരു കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കുളിപ്പിച്ചിട്ട് എത്തിയിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്തിന് ഈ സ്ലിപ്പേഴ്സ് പോലും ഇടാതെ ഇറങ്ങി ആ വെളിയിൽ ചെന്നിട്ട് ആ മണ്ണിലോട്ട് ഇരുന്ന് അങ്ങ് തോണ്ടി അവിടെ ഇരുന്ന് കളിക്കും. പക്ഷെ അവിടെ അവരുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ആവുകയാണ്, അവർക്ക് പവർ ഗെയിൻ ചെയ്യുകയാണ്, അതെല്ലാം റൈറ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ ആസ് എ അമ്മ എന്നുള്ള ഇതിൽ പെട്ടെന്ന് നമ്മൾ ചെന്നിട്ട് ഏർലി ക്ലാസ് അറ്റൻഡ് ചെയ്യും മുമ്പേ ആണെങ്കിലും ഞാൻ റൂഡായിട്ടുണ്ട്. അതാണ് എന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ചെന്ന് ഷൗട്ട് ചെയ്യാറുണ്ട്, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യണേ, ഇപ്പൊ കുളിപ്പിച്ചിട്ട് ഇരുത്തിയല്ലേ ഉള്ളൂ, അതിനു മുമ്പേ ഈ കാലും മൊത്തം ഇല്ലാണ്ടാക്കി ഡ്രസ്സ് മൊത്തം ഇതാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അത് ശരിക്കും ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. നമ്മുടെ വീട്ടിലെ ക്ലൈമറ്റ് തന്നെ മാറും. ഈവൻ കുട്ടികളോട് വല്ലാതെ ഷൗട്ട് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോ കുട്ടികളുടെ അച്ഛൻ വളരെ പതിഞ്ഞൊരു സ്വഭാവമായിരിക്കും. നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ വീട്ടിൽ ചെയ്തിട്ട് എല്ലാം കൂടെ ചിലപ്പോൾ തീർക്കണത് ഈ കുഞ്ഞുങ്ങളുടെ അടുത്തായിരിക്കും. അവരെന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോഴായിരിക്കും നമ്മളുടെ എല്ലാം കൂടെ അങ്ങ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ ആ ക്ലൈമറ്റ് മാറുക വീട്ടില്. ശരിയാണോന്ന് എനിക്കറിയില്ല. ആണോ? എന്റെ മോള് പറയും അമ്മ നല്ലതായിരുന്നു, പക്ഷെ അമ്മ മോണ്ടിസോറി പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ കുറച്ചുകൂടെ നല്ല അമ്മയായത്. മോൾ ഇപ്പോഴും പറയും, അവൾക്ക് 19 വയസ്സായിട്ടാവും. അന്ന് അവൾക്കൊരു 8 ഇയേഴ്സ് എന്നുള്ള സമയത്ത്, മോനൊരു 4 ഇയേഴ്സ്, ആ ഒരു ടൈമിലാണ് ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവള് പറയും അവൻ അത്രയും അറിയില്ലല്ലോ, അപ്പൊ അവള് ആ 2 അമ്മേനെയും കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് അവൾക്കറിയാം. മിസ്സേ, രേവതി പറഞ്ഞ പോലെ എന്റെ അനിയത്തി ചെറുപ്പത്തിലൊക്കെ ഡ്രസ് ഇട്ട് കൊടുത്താലും അത് ഊരിയിട്ട് അവള് മണ്ണിൽ പോയി കളിക്കും. എന്നിട്ട് അങ്ങനെ മണ്ണിൽ പോയി കളിച്ച് ഇപ്പൊ അവൾക്ക് കരപ്പ് വന്ന രോഗം ഉണ്ടായിരിക്കുക. ഈ കറുത്ത് മേലിങ്ങനെ കറുത്തിട്ട് ഒരു മുറിവൊക്കെ ഇങ്ങനെ പൊട്ടി ഒലിക്കും. അപ്പൊ അവള് പറയാണ്, അമ്മയോട് പറയേ അന്ന് ഞാൻ അനുസരിച്ചാ മതിയായിരുന്നു അല്ലേ, ഈ രോഗം വരില്ലായിരുന്നു. എത്ര വയസ്സുണ്ട് അനിയത്തിക്ക്? അവളെ കല്യാണം കഴിഞ്ഞു. അല്ല, ചെറുപ്പത്തില് അങ്ങനെയായിരുന്നു. ശരി ശരി. അത് എന്താ പറയാ, നമ്മുടെ നേച്ചറുമായിട്ടൊന്ന് പൊരുത്തപ്പെടുന്ന അതാണല്ലോ ശരിക്കും കരപ്പൻ. അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെ, ആ ഒരു ചെറിയ ഏജിൽ വരുന്നതല്ല. അപ്പൊ നേച്ചറുമായിട്ടൊന്ന് കോമ്പാക്ട് ആവാനുള്ള ഒരു ചിലപ്പോ നമ്മുടെ ബോഡിയുടെ ഒരു റിയാക്ഷനും ഒക്കെ വരുന്നത്, അത് പിന്നെ അങ്ങ് മാറി അതങ്ങ് ശരിയാവും. എന്റെ മോനും ഉണ്ടായിരുന്നു, അവൻ മണ്ണിൽ കളിച്ചിട്ടൊന്നുമില്ല, അവനങ്ങ് വന്നു. അപ്പൊ ഫുഡിന്റെ അതൊക്കെ ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഫുഡിന്റെ പറഞ്ഞു ഓറഞ്ച്, നട്ട്സ്, പിന്നെ മിക്സഡ് ആയിട്ടുള്ളത് ഗോതമ്പിന്റെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ കുട്ടികൾ എന്ത് കഴിക്കും, ആകെ അരിയുടെ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കുറേശ്ശെ ആയിട്ട് കൊടുത്തു തുടങ്ങി. ഭയങ്കര അലർജി ഉള്ളത് മാറ്റാം, കുറേശ്ശെ കൊടുക്കുമ്പോ തന്നെ ബോഡി അതുമായിട്ട് ഇതാവുകയാണെങ്കിൽ അതങ്ങ് പോട്ടെ. പിന്നെ ഓറഞ്ച് ഒരു അല്ലി കൊടുത്തിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യും. ആദ്യം കുറെ പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ഈ പുഴുവൊക്കെ കടിക്കുമ്പോ ഇങ്ങനെ പൊങ്ങി വരില്ലേ, അതുപോലെ പൊങ്ങി വന്നു. പിന്നെ അങ്ങനെ ഞാൻ കൊടുത്തുകൊണ്ടേയിരുന്നു, ഒരല്ലിയെ കൊടുക്കും. അങ്ങനെ അതങ്ങ് മാറി. അത് കഴിഞ്ഞ് ഞാൻ നട്ട്സ് പതുക്കെ കൊടുത്തു തുടങ്ങി. അങ്ങനെ ചില അതിന്റെ അലർജി ബോഡി ഒന്ന് യൂസ്ഡ് ആകും, ചിലതാകില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ബാക്കി നമുക്ക് ഇനി ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ഡിസിപ്ലിനും ഒബീഡിയൻസും ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ലീഡ് ദ ക്ലാസ്. അപ്പൊ നിങ്ങൾ വായിക്കുക മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അതേസമയം ആസ് എ ഫെസിലിറ്റേറ്റർ, എല്ലാവരും ഫെസിലിറ്റേറ്റർ ആയി കഴിഞ്ഞു, നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്ലാസ് ലീഡ് ചെയ്യാം കേട്ടോ. ശരി, ഒരു കണ്ടന്റ് ഒന്ന് ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കാര്യം മനസ്സിലാവും. ഓക്കെ ഫൈൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. വൈവയുടെ ഡൗട്ട്സ് ഇനിയും വരുന്ന എനിക്കറിയാം. അതിനെപ്പറ്റി ഓർക്ക് ഈ ഒരു ടെൻഷനും വേണ്ട. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 10 മിനിറ്റ്സ് ആയിരിക്കും വൈവ എന്ന് പറയുന്നത്. എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. ഓ, മോനുണ്ടോ അടുത്ത്? വേറൊരാളുടെ നല്ലതും കൂടെ കാണാനുണ്ടല്ലോ. പനിയായിട്ട് വീട്ടില്ല. ഓ ശരി ശരി. സ്കൂള് കഴിയാറായെന്ന് തോന്നുന്നു, പരീക്ഷയാന്ന് തോന്നുന്നു അല്ലേ? റിവിഷൻ തുടങ്ങി. എന്താ കേക്ക് കട്ടിങ്? എന്താ സ്പെഷ്യൽ? എന്താ സ്പെഷ്യൽ? നോമ്പാ, അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കേക്കില്ലേ? എന്തോ പറഞ്ഞല്ലോ. കേക്ക്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ വാവേ. ടാറ്റ.
താങ്ക് യു മിസ്സേ. താങ്ക്സ്. താങ്ക് യു. Thank you, ma'am. ബൈ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. മിസ് ബുക്ക് വായിച്ചാ സേതുവും സുഗന്ധിയും? വായിക്കാൻ സമയം കിട്ടിയില്ല. അതിനിടയ്ക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്തില്ല. അതിന്റെ കുറെ ഹോംവർക്ക്. ഞാൻ ആലോചിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നു തന്ന് എനിക്കിപ്പോ അസൈൻമെന്റ് കിട്ടിക്കൊണ്ടിരിക്കുക. ഇത് കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വലിയ ടാസ്ക്. അപ്പൊ എനിക്ക് ബുക്ക് വായിക്കണമെങ്കിൽ വനജ നല്ലൊരു ക്വാളിറ്റി ടൈം വേണം. ധൃതി പിടിച്ച് എനിക്ക് ബുക്ക് വായിക്കാൻ പറ്റില്ല. അതാണ് എന്റെ ഒരു പ്രശ്നം. ഭയങ്കര ഇഷ്ടം റീഡിങ്, പക്ഷെ എനിക്ക് അതിനുള്ള ക്വാളിറ്റി ടൈം. ഈ നമ്മൾ ബുക്ക് വായിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വീട്ടിനകത്തുള്ള മനുഷ്യജീവികളാട്ടോ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചെന്ന് ചോദിക്കും, നിങ്ങളൊരു ബുക്ക് വായിക്കുവോ, നിങ്ങളൊരു സിനിമ കാണുമോ, നിങ്ങൾ കളി കാണുമോ ചെയ്യുവാണെങ്കിൽ ഞാൻ ചെന്ന് ഡിസ്റ്റർബ് ചെയ്യാറേ ഇല്ല. പിന്നെ എനിക്കെന്താ ഇങ്ങനെ കിട്ടണേന്ന് ഞാൻ ചോദിക്കും. എന്നാലും രക്ഷയില്ല, ഇവരൊന്നും ഇല്ലാത്ത സമയത്തെ നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ എന്റെ സോളിറ്റ്യൂഡ് സൊളാസ് ആ ഒരു ലോൺലിനെസ് എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാ ബുക്ക് വായിച്ചു. ടൈം കിട്ടുമ്പോ വായിക്കും മിസ്. വായിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അഭിപ്രായം പറയണം മിസ്സേ, കഴിഞ്ഞതിന് ശേഷം. വന്ന ഉടനെ തന്നെ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്തു. ഹസ്ബൻഡിന്റെ ബുക്ക് കളക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. വായിക്കുന്നത് കൂടുതലും ഞാനാണെങ്കിലും കളക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ളത് എന്തെങ്കിലും കേട്ട് വരാൻ എന്നോട് ഇങ്ങനെ ക്ലാസ്സിനൊക്കെ പോകുമ്പോഴേ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബുക്കൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം. ആക്ച്വലി ഇതെന്റെ ലൈബ്രറിയാ. നിങ്ങളുടെ വീട്ടില് ഒരു റൂം ലൈബ്രറി വേണമെന്ന്, വീട് എങ്ങനെയും നിങ്ങൾ പണിതോ, പക്ഷെ എനിക്കൊരു റൂം ലൈബ്രറി വേണമെന്നായിരുന്നു എന്റെ ഡിമാൻഡ്. ബുക്സ് ഇവിടെയാട്ടോ, എന്റെ മുന്നിൽ ഒരു ഷെൽഫ്, അത്രയേ ഉള്ളൂ ബുക്സ്. ഓക്കെ, താങ്ക് യു മാം. മാം പേഴ്സണലി താങ്ക് യു മാം. എപ്പോഴാ വിളിക്കാൻ പറ്റുക? മാമിനെ പേഴ്സണലി വിളിക്കുകയാണെങ്കിലേ എത്ര മണിക്ക് വിളിക്കാൻ പറ്റുക? ശരിക്കും എനിക്ക് 9 മണിക്ക് ശേഷമാണെങ്കിലാണ് കംഫർട്ടബിൾ. പക്ഷെ ഞാനിപ്പോ ഒരു കോഴ്സ് ചെയ്യുന്ന കാരണം തേഴ്സ്ഡേയും സൺഡേയും ഞാൻ ക്ലാസ്സിലായിരിക്കും ആ സമയത്ത്. പിന്നെ എന്താന്ന് വെച്ചാൽ വൈവ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോ ആ ടൈമിലും വൈവയിലായിരിക്കും. ഞാൻ ഈവനിങ് ടൈമാണ് കൂടുതലും വൈവയ്ക്ക് കൊടുക്കാറ്. പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ബാച്ച് ഉണ്ട്, ഒരു 13 ബാച്ചില് 2-3 മണിക്കൂർ കുട്ടികളുണ്ട്. അവർക്ക് ക്ലാസ് ഈവനിങ് ടൈമിലാണ്. അപ്പൊ എനിക്കൊരു മെസ്സേജ് ഇട്ട് വെക്കുക എന്നാണോ വിളിക്കേണ്ടത്, അപ്പൊ ഞാൻ ടൈം പറയാം. കാരണം ക്ലാസ് ഇല്ലെങ്കിൽ അങ്ങനെ ആ ടൈം ഞാൻ പറയും. ഈവനിങ് ഒരു 9 o'clock ശേഷമാണ് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ കോള് സംസാരിക്കാൻ. പകല് ഒട്ടും എനിക്ക് അധികം നേരം ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. ആരെങ്കിലും വിളിക്കുമ്പോൾ അവർക്കൊരു ക്വാളിറ്റി ടൈം കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഞാൻ കോൾ എടുക്കില്ല. എനിക്കും അതെ, അങ്ങനെ ഫ്രീ ആയിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാൻ വേണ്ടി അതൊരു ടൈം അറിയാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, എന്നാണ് ഇനി വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടൈം പറയാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. ബൈ മാം. താങ്ക് യു മാം.